ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് പഴമാങ്ങ ഞെരടിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടത് നല്ല നാടൻ പഴമാങ്ങ, ഉപ്പിലൊക്കെ ഇടുന്ന മാങ്ങ ഞെരടിയത്. മാങ്ങ പഴുത്തത് ഞെരടുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പം ഇതില്ലാത്തതുകൊണ്ട് സാധാരണ മാങ്ങ പഴുത്തത് കൈകൊണ്ട് ഞെരടുന്നതാണ് നല്ലത്. പക്ഷെ ഞാനിതിപ്പം ഉപ്പിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കി, ഒറ്റ കറക്കാവുള്ളൂ. ഉപ്പ് ഇട്ട് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കറക്കി എടുത്തതാണിത്. കഷ്ണമായിട്ട് കിടക്കണം, കുറച്ച് എല്ലാം അരിഞ്ഞു പോരുത്. അതിലേക്ക് ഒരു മൂന്ന് എരിവനുസരിച്ച് 2-3 ഉണങ്ങിയ ഉണക്കമുളക് ഇടുക. 3-4 ഉള്ളി ചതച്ചത്, ചുമന്നുള്ളി ചതച്ചത് ഇടുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. ഇത് എല്ലാവർക്കും മധുരം ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു കറി. നല്ലോണം മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ടങ്ങ് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയാൽ മതി. എളുപ്പത്തിലുള്ളൊരു കറി. നാടൻ മാങ്ങയാണ്, പഴുത്ത മാങ്ങ ഞെരടുന്നതാണ് ഏറ്റവും നല്ലത്. ഉള്ളി കല്ല വെച്ചെല്ലാം ചതച്ചെടുക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എളുപ്പത്തിലാക്കി എടുത്ത് നമ്മുടെ നാടൻ മാങ്ങ, പഴമാങ്ങ ഞെരടിയത് കഞ്ഞിയിലൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം. ഇനി രണ്ടാമത്തെ ഐറ്റം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കറി എന്ന് പറയുന്നത് അല്പം പുളിയുള്ള തൈര് എടുക്കുക. എന്നിട്ട് എരിവനുസരിച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് ഇടിച്ചതോ ഇടുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അല്പം വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പുളി വേണ്ടവർക്ക് പുളിയുള്ള തൈരായിരിക്കും ഒന്നുകൂടെ നല്ല. ഒത്തിരി പുളിയല്ല, ഒരു മീഡിയം പരുവത്തിലുള്ള. മുളക് ഇടിച്ച് വിടാവുന്നതാണ്. പിന്നെ അതിനകത്ത് പച്ചമുളക് ഉള്ളിയും കൂടെ ഇട്ട് എടുക്കാം. അല്ലാതെ ഇതിങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി. നല്ലോണം മിക്സ് ചെയ്യുക. പുളിയും എല്ലാം എരിവും സമം. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അങ്ങനെ തൈര് കറി എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന 2 വിഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം.